വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25-ാമത്തെ അധ്യായം അന്തിമ വിധിയെക്കുറിച്ചുള്ള വിവരണങ്ങളാണ്. ഈശോ പറയുന്നുണ്ട്, ഈ ചെറിയവരിൽ ഒരുവന് നിങ്ങൾ നന്മ ചെയ്തു കൊടുക്കുമ്പോഴൊക്കെ എനിക്കാണ് ചെയ്തു തരുന്നത്. വിശപ്പും ദാഹവും നഗ്നതയും രോഗവും ഒക്കെ ഇതിലെ പ്രമേയങ്ങളാണ്. ആരാണ് യഥാർത്ഥത്തിൽ വിശക്കുന്നവൻ? സ്നേഹത്തിനു വേണ്ടി വിശക്കുന്നവനാണ്. ദാഹിക്കുന്നവൻ പരിഗണനയ്ക്ക് വേണ്ടി ദാഹിക്കുന്നവനാണ്. രോഗി ശാരീരികമോ മാനസികമോ ആയ ക്ലേശങ്ങൾ ഉള്ളവനാണ്. ബന്ധനങ്ങളിൽ പെടുന്നവനാണ് കാരാഗ്രഹവാസി. ജീവിതത്തിൻ്റെ അകത്ത് ഒറ്റപ്പെട്ടു പോയവനാണ് പരദേശി. ജീവിതത്തിൽ മാനക്കേട് സംഭവിക്കുന്നവനാണ് നഗ്നൻ എന്ന് നമ്മൾ വിളിക്കപ്പെടുന്നത്. പ്രിയപ്പെട്ടവരെ, ഇത്തരം മനുഷ്യരെ അവഗണിച്ചിട്ട് നമുക്ക് സ്വർഗീയ യാത്ര സാധിക്കത്തില്ല. ഈ മനുഷ്യരൊക്കെ നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ അവരെ ശ്രദ്ധിക്കാതെ നമ്മൾ കടന്നുപോയാൽ സ്വർഗത്തിൻ്റെ വാതിലുകൾ നമ്മുടെ മുമ്പിൽ അടഞ്ഞേ കിടക്കൂ എന്ന് മത്തായിയുടെ സുവിശേഷം 25-ലൂടെ വ്യക്തമായി കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. നമുക്ക് നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ആവശ്യക്കാരെ ശ്രദ്ധിക്കുന്നവരാകാം. അങ്ങനെ സ്വർഗത്തിലേക്കുള്ള വഴി സുഗമമാക്കാം.